2000 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ കിട്ടുമോ ഗൈസ്? 2000 രൂപ അല്ല, 4G സ്മാർട്ട് ഫോൺ ഒരു 1000 രൂപയ്ക്ക് കിട്ടും. നല്ലൊരു കണ്ടീഷൻ ഫോൺ കിട്ടുന്നത് പാടാണ് ഗൈസ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ഒരു ഫോണുണ്ട്, 2000 രൂപ തന്നാൽ ഞാൻ തരാം. അത് വന്നിട്ട് ഒരു പഴയ മോഡലാണ്, എന്നാലും സാധനം 2000 രൂപയ്ക്ക് കൊള്ളാം കേട്ടോ. അതിന് ഡിസ്പ്ലേ പോർട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡബിൾ സിം ഇടുന്ന ഒരു സെറ്റാണ്, അതുപോലെ മെമ്മറി കാർഡ് ഇടാം. വാവ് ഗൈസ്, അപ്പോൾ ഇത് 2000 രൂപയ്ക്ക് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ 2000 രൂപ അത്രമാത്രം കുറഞ്ഞൊരു 2GB റാം, 32 സ്റ്റോറേജ്, ആ ഒരു ലെവലിൽ ചെറിയൊരു സ്മാർട്ട് ഫോണും നിങ്ങളെ ചെറിയൊരു യൂസിന്, ചെറിയ എന്തെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കോ അല്ലാതെ എന്തെങ്കിലും അല്ലാതെ വലിയ ഓഫീസ് വർക്ക് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിന് ഈ ഫോണിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കരുത്. അല്ലെങ്കിൽ ഗെയിം കളിക്കാനാണ് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നത്. ഗെയിം കളിക്കാൻ ഉണ്ടല്ലോ, ഇവർക്ക് നല്ലൊരു ഫോൺ വേണം. എല്ലാ പൈമാരാണ് ഈ ഒരു അറിയാനല്ല, ഗെയിം കളിക്കുന്ന പൈമാർക്ക് അവർക്ക് എന്ത് കളിക്കാനിരിക്കാറുണ്ടോ. പക്ഷേ നല്ല ഡിസ്പ്ലേ പുതിയ മോഡൽ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് റെഡ്മി നോട്ട് 13 256 സ്റ്റോറേജ് 12GB റാം, ഇതാണ് നിങ്ങൾക്ക് ആവശ്യം. ഈ ഒരു ഫോൺ വേണം. ഏറ്റവും കുറഞ്ഞ വിലയായിരിക്കണം. എത്ര രൂപ ആയിരിക്കണം? 5500. നല്ല വിലയുള്ള സാധനമാണ്. ബോക്സ് പീസ് ഇപ്പോൾ ഇറങ്ങി. എൻ്റെ പൊന്നെ, ഇതൊക്കെ കിട്ടുമോ 5000 രൂപയ്ക്ക് ഗൈസ്? ഞാൻ എവിടെ ഇട്ട് തരും? ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാം? പക്ഷേ ഇവർ പലയിടത്തുനിന്നും വാങ്ങുന്നുണ്ട് ഇങ്ങനെയുള്ള ഫോണുകൾ. വാങ്ങിക്കഴിഞ്ഞ് പണി വാങ്ങിച്ച് പിടിക്കരുത്. നമ്മളെ വീഡിയോ കണ്ട് തന്നെ വന്നിട്ട് നമ്മളെ കൈ നോക്കുമ്പോൾ നമ്മിട്ട് ആ സെറ്റ് വരുന്നത് 12000 രൂപ. ആലോചിച്ച് ചോദിക്കുകയാണ്. ഇവർ പുറത്തിറങ്ങി നമ്മളെ വില തമ്മിൽ കമ്പയർ ചെയ്യും. പുറത്ത് നിൽക്കുന്നവർ ചിലപ്പോൾ അത് 5000 രൂപ കൊടുക്കും. ഏതാണ് ലാഭം? ആലോചിച്ച് ഇങ്ങനെ ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ട ഒരാൾ എന്നെ വിളിച്ചിട്ട് വന്നിട്ട് അവർ വാങ്ങിയത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. ഇവർക്ക് ഭയങ്കര കമ്പയർ ആയിപ്പോയി. എന്താടാ ഷോപ്പിൽ HDK വീഡിയോ കണ്ടെന്ന് പാവം 13 രൂപയൊക്കെ ചോദിക്കുന്നത്, പുറത്തിറങ്ങിയപ്പം റോട്ടി നിൽക്കുന്ന ഒരു നിസ്സാരം റോട്ടിന് സെയിം മോഡൽ എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ് ഞാൻ 5000 രൂപയ്ക്ക് തരാമെന്ന്. എടാ ഇവനെ എന്തിന് ചെയ്ത് ഞാൻ പല പ്രാവശ്യം വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾ ഷോപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞോ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പുറമേ നിൽക്കുന്നവരുടെ ഒരു കാരണം വെച്ചാലും ഒരു ഫോൺ വില കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞ് എടുത്ത് കളയല്ലേ. ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ പറയാറുണ്ട്. ഞാൻ മോതാവിൽ പിടിച്ചെടുത്തി എല്ലാവരും പിടിച്ചു പറഞ്ഞാൽ എനിക്ക് അടിയുള്ളായിരുന്നു, എനിക്ക് വയ്യ, അത് ഞാൻ വിടാതെ ജീവിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുകയാണ് ഏത് ഫോൺ, രണ്ടും ഒരേ ഫോൺ. നമ്മുടെ ഇങ്ങനെ ബോക്സ് പീസ്, അവരുടെ ബോക്സ് ഇല്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്താ കുഴപ്പം? നമുക്ക് ബോക്സിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ബോക്സിൻ്റെ വിഷയം അല്ലെങ്കിലും മോനെ വഴിയിട്ടും. അപ്പോൾ പിന്നെ അറിയാമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് ഒരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട് നല്ല നല്ല പണികളും. ഞാനിപ്പോൾ എണീക്കാൻ പറ്റാതിരിക്കുന്ന പണി ചെയ്ത പുറത്തുനിന്ന്. അപ്പോൾ ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഫോൺ എടുക്കുമ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ആപ്പുകളും കാര്യങ്ങളുണ്ട്. IMEI ചെക്ക് ചെയ്യാനുള്ള. IMEI രണ്ടും ബ്ലോക്കായിരിക്കും. നിങ്ങൾക്ക് അത് സിം ഇട്ടാൽ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ എടുക്കുന്നത്? പിന്നെ വൈഫൈ കണക്ട് ചെയ്ത് കളിക്കാനാണ് ഗൈസ്. എന്നാലും നിങ്ങൾ പിടിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല ഫോൺ നോക്കി എടുക്കുക. കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല. അവർ 5000 രൂപയ്ക്ക് തന്നെന്ന് പറഞ്ഞാൽ അവർക്ക് 1000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് തന്നത്. ആലോചിച്ച് നോക്കിയാണ്. അവർ 1000 രൂപയ്ക്ക് ഫോൺ വാങ്ങിച്ച്, ഈ ഇത്രയും വില കൂടിയ ഫോണ് 10-20,000 രൂപ വിലയുള്ള ഫോണ് അവർ വാങ്ങുന്നത് 1000 രൂപയ്ക്കായിരിക്കും. ആ 1000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് തരും. ഇത്ര പ്രോഫിറ്റ് നോക്കിയാണ്. നാളെ നിങ്ങളൊരു അവരോടെ കാണത്തുമില്ല റോട്ടി നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങളിൽ വന്നിപ്പെടല്ലേ. നാളെ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അയാളെ തപ്പി വരും, അയാളെ കാണൂല. നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചത്? ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്? അല്ല, അത് എവിടെ നിന്ന് ഒരാളുടെ നിന്ന് വാങ്ങിച്ച്. അങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടു തന്നെ ഇവിടെ എൻ്റെ പലരും വാങ്ങിച്ചിട്ട് പോയി പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്ന് നിൽക്കും, ഞാൻ ഇവിടെയാണ് വന്നത്, നിങ്ങളെ വീഡിയോ കണ്ട് ഞാൻ ഇവിടെയാണ് വന്നത്, പക്ഷേ എടുത്തത് ഇവിടെ നിന്നല്ല പുറത്തുനിന്നാണ്. അതെന്തൊരു കണക്ക്? നിങ്ങൾ വീഡിയോ കണ്ട് ഇവിടെ വന്നിട്ട് എടുക്കുന്നത് പുറത്തുനിന്ന്, അതെനിക്കറിയേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് ഒരുപാട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർ നോക്കും പുറത്തുനിന്ന് ലാഭത്തിന് സെറ്റ് കിട്ടും. സിം ഇട്ട് കോളേജ് വിളിച്ചുകൊണ്ട് പോകും. അവിടെ എത്തുമ്പോൾ വിളി വരും, ഓടി തിരിച്ചു വരും, ഇവിടെ നിന്നുള്ള എടുത്തതെന്ന് പറഞ്ഞു. ഒരു കാര്യമില്ല ഗൈസ്. അപ്പം 2000 രൂപയ്ക്ക് എൻ്റെ ഞാൻ വില കുറഞ്ഞ് കൊടുക്കുന്നത് അത്രമാത്രം വില കുറഞ്ഞ സെറ്റിലാണ് കൊടുക്കുന്നത്. അല്ലാതെ നല്ല കൂടിയ സെറ്റ് എന്ന് ഞാൻ വില കുറച്ച് കൊടുക്കുന്നില്ല. പിന്നെ ആരെങ്കിലും എക്സ്ചേഞ്ചിലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓഫറിന് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ 5G വരെ ഞാൻ 2000 രൂപയ്ക്ക് കൊടുക്കും. അറിഞ്ഞ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ചാനലിലൂടെ ഗൈസ്. നമ്മുടെ ഷോപ്പിൽ നല്ല കസ്റ്റമറും വരും, അതേപോലെ നല്ല ഫോണുകൾ കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുവരും. നമ്മളെ വീഡിയോ കണ്ടിനെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് നല്ല ഓഫറായിട്ട് നല്ല വില കുറച്ച് കൊണ്ടുവരുന്ന നമ്മളെ നല്ല നമ്മളെ ചങ്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ നല്ല വില കുറച്ച് നിങ്ങൾക്ക് സ്ഥാനം തരും. അല്ലാതെ നിങ്ങൾക്ക് നല്ല 5G ഫോണുകൾ, കൂടിയ ഫോണുകളൊക്കെ നല്ല ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരണമെന്നുണ്ട്. അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ വില കുറച്ചും തരാൻ പറ്റില്ല. എല്ലാവരും പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ വലിയ മുണ്ടൊക്കെ വലിയ സെറ്റുകളൊക്കെ ഏറ്റവും കുറഞ്ഞ വില. ഐഫോണൊക്കെ 1000 രൂപയ്ക്ക് വലിയ
16 ഞാൻ 1000 രൂപയ്ക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് പറയുന്ന 16 വിളിച്ചിട്ട് 1000 രൂപയ്ക്ക് 16 ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അറിയാമോ? നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അറിഞ്ഞൂടാത്തത് നിങ്ങൾക്കല്ലേ, നമുക്ക് അറിഞ്ഞത് ഒരുപാട് ആൾക്കാരുണ്ട്. iPhone 16 എന്നെ വിളിച്ച് ചോദിക്കുന്ന 1000 രൂപയ്ക്ക് കിട്ടുമോ, iPhone 16 Pro 1000 രൂപ കിട്ടും, 15 Pro 1000 രൂപയ്ക്ക് കിട്ടുമോ? സനഫറോന്ന് ചോദിച്ചു നോക്കും, സനഫറിൽ ചോദിച്ചു നോക്കും. ഓ 1000 രൂപയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്? ഇനി ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പ്ലാനുണ്ട്, ഞാൻ ഒരു ഐഫോണിൻ്റെ കമ്പനി നടത്തിയാലോ എന്നൊരു പ്ലാനുണ്ട്. ഇവിടെ തന്നെ ഐഫോണിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനി നടത്തിയാൽ പൊളിക്കും. ഞാൻ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്കൊക്കെ ഇങ്ങനെ എടുത്ത് ഇട്ടുതരും, നിങ്ങൾ അപ്പോൾ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. പക്ഷെ ഒരു ദിവസം ഒന്ന് അങ്ങനെ പറ്റുള്ളൂ കേട്ടോ, ഒരു ബോർഡ് വയ്ക്കാൻ പോയാൽ പറ്റൂല. അപ്പോൾ ഗൈസ് ഞാൻ വരും കേട്ടോ, ഞാൻ നല്ല കുറഞ്ഞ നമ്മൾ ഫോണിൽ വരും, നമ്മുടെ ഷോപ്പിൽ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും. നിങ്ങൾ വലിയ ഞാൻ കുറഞ്ഞ വിലയെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾ വലിയ എമൗണ്ടും പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ എവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഇപ്പോൾ ഒരു 1000 രൂപ 2000 രൂപ ചിലപ്പോൾ 500 രൂപ ആയിരിക്കും കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നത്. ലോട്ടറി ആയില്ലേ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഒരുപാട് നമ്മളെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നവരെല്ലാവരുടെയും വലിയൊരു പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ ഇവന് നല്ലൊരു ഫോൺ വരും, അത് നമുക്ക് തരുമെന്നുള്ള പ്രതീക്ഷയാണ്. ആ വിശ്വാസം ഞാൻ തെറ്റിക്കൂലേ? അപ്പം ഒരുപാട് കിട്ടിയിട്ടുണ്ട്, നല്ല ഫോണുകളൊക്കെ വില കുറച്ച് കിട്ടിയിട്ടില്ലേ? 1000 രൂപയ്ക്ക് 300 രൂപയ്ക്ക് നല്ല കിടിലം ഫോണുകൾ ഞാൻ കൊടുത്തില്ല, 600 രൂപയ്ക്കൊക്കെ 600 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഫോൺ. എൻ്റെ വാട്സപ്പ് ലിസ്റ്റ് പരിശോധിച്ചാൽ ആരൊക്കെ അറിയാം, 600 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ അള്ളി കൊടുക്കുന്ന ഫോണുകൾ എത്ര പേര് കൊടുത്ത്. ഗൈസ് അവരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നില്ല ഗൈസ്, അതിലൊക്കെ വലിയ സംഭവം ഒന്നും കാണൂല. 600 രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോ പറഞ്ഞതുപോലെ അതിൽ ഒരുപാട് ഫങ്ഷൻസ് ഒന്നും കാണൂല. ഒത്തിരി പോലും നിങ്ങൾക്ക് ചെറിയൊരു കോൾ വിളിക്കുക കട്ട് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ചെറിയൊരു വാട്സപ്പ് അതിലിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. അല്ല ചില ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്നും പോലും വർക്കാവില്ല, യൂട്യൂബ് പോലും വർക്കാവില്ല. 600 രൂപയ്ക്ക് ജസ്റ്റ് ഒരു ബേസ് മോഡൽ, ഈ ഒരു ബേസ് മോഡൽ തന്നെ 1500 രൂപ ഉണ്ട്. ഇത്ര 1500 കീപാഡ് സെറ്റിന് 1000-1200 രൂപ എല്ലാം ഉണ്ട്. അപ്പോഴാണ് ടച്ച് ഫോണ് ഞാൻ 500 1000 രൂപയ്ക്ക് അകത്ത് 600 രൂപയ്ക്കൊക്കെ പറക്കി കൊടുക്കുന്നത് ഗൈസ്. എനിക്കാണെങ്കിൽ 1500 രൂപയും കൊടുക്കാം. പക്ഷേ നമ്മളെ ചാനൽ വ്യൂവേഴ്സ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ചെയ്യുന്നുള്ള പ്രതീക്ഷ ഞാൻ തെറ്റിക്കാതെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നെക്സ്റ്റ് നല്ല വീഡിയോ കാണാം.